ഒരു സ്മോൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളതിനെ ഒരുപാട് വിഷമിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവൂലേ? അവരിപ്പോഴും നമ്മളതിനെ ഓർക്കുന്നുണ്ടാവോ? ഇല്ല അല്ലേ? നമ്മളാണ് നമ്മളെ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോഴും സ്ലീപ്ലെസ് നൈറ്റ്സിലും സ്ട്രെസ്സിലും കൂടെയൊക്കെ ജീവിക്കുന്നത്. നമുക്ക് ആരോടെങ്കിലും ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടെങ്കിലും അയാൾ ചിലപ്പോൾ അയാളുടെ ലൈഫുമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവും. ഇവിടെ നമ്മൾ ടോർച്ചർ ചെയ്യുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളെ മനസ്സമാധാനമാണ് ഇവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഫോർഗീവ്നെസ് എന്നതൊരു ഫേവർ അല്ല, അയാളുടെ മിസ്റ്റേക്കിന് മാപ്പ് കൊടുക്കുന്നതുമല്ല. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് യു ഗീവ് ടു യുവർ സെൽഫ് ആണ്. നെഗറ്റീവ് തോട്ട്സിനെ വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ എനർജിയാണ് അവിടെ വേസ്റ്റ് ആവുന്നത്. സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതിന്റെ എല്ലാം ഒരു റൂട്ട് കോസ് ആണ് അൺറിസോൾവ്ഡ് ആങ്കർ എന്ന് പറയുന്നത്. നമുക്ക് ഒരാളോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീക്ക്നെസ് അല്ല, അത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. ഫോർഗീവ് ചെയ്യുക, നോട്ട് ബിക്കോസ് ദേ ഡിസേർവ് ഇറ്റ്, but because you deserve peace.